ബി ജെ പിയുടെ പോസ്റ്റർ മുദ്രാവാക്യം അല്ലെ, മാറാത്തത് ഇനിയും മാറും, കേരളം വളരും. എൽ ഡി എഫിനും ഉണ്ട് മുദ്രാവാക്യം. ബി ജെ പിയുടെ മുദ്രാവാക്യം എത്രത്തോളം സഫലമാകുമെന്നുള്ളതാണ്. മാറാത്തത് മാറുമോ എന്നാണ്. ബി ജെ പിയുടെ മുദ്രാവാക്യത്തെ വെച്ചാല് ഈ ഒരു ക്ലീഷേ വിട്ടിട്ട് ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാർ എടുക്കുന്നവരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ കേരളത്തിൽ ഇപ്പം തീരെ സ്വാധീനം ചെടിയെക്കുന്നത് അവർ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് ഉപയോഗിച്ചിരുന്ന, കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ് ആയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പണ്ട് ഉപയോഗിച്ചിരുന്ന പല മുദ്രാവാക്യങ്ങൾ അവർ ഏറ്റെടുത്തു. പ്രകൃതി, സ്ത്രീ, ഇതിനൊന്നും ഒരു താല്പര്യമില്ലാത്തവന്മാരാണ് പോകുന്നത്. എമ്മൻ്റെ ഭരണം ഉണ്ടാക്കി പരമായി പെണ്ണുങ്ങളെ കൂട്ടിലാക്കി ഇറക്കണമെന്ന് വിചാരിക്കുന്നവന്മാരാണ്. എന്നിട്ട് ബാക്കി മതക്കാരൊക്കെ ഇസ്ലാമാക്കണം. അവന്മാർ 10 മിനിറ്റ് സംസാരിക്കുകയും നിങ്ങൾ അവന്മാരുടെ സാധനങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നിങ്ങളെ ഡോക്ടറിനേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ ചാനലിൽ നിന്നും പത്രത്തിൽ നിന്നൊക്കെ വന്ന പല ആളുകൾ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നത് ഇസ്ലാമിസ്റ്റിനോടാണെന്ന് തോന്നിപ്പോ, ഹിന്ദു ആണെങ്കിൽ ഇപ്പോൾ. അപ്പം ജമാഅത്ത് ഇസ്ലാമിക്കാർ അത് കഴിഞ്ഞിട്ട് ഈന്തപ്പഴമൊക്കെ കൊടുക്കും. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഉപേക്ഷിച്ച എന്നൊക്കെയുള്ള ജനങ്ങളുടെ മനസ്സിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടാക്കിയിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളാണ്, അല്ലെങ്കിൽ ആയത്ത് പറഞ്ഞ മുദ്രാവാക്യങ്ങളാണ് ഇവർ ഉപയോഗിച്ചത്. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിക്കാം. രാജീവും ചെയ്തത്. രാജീവ് ആദ്യം മത്സരിച്ച സമയത്ത് രാജീവ് പുരോഗതിക്കൊരു വോട്ട്. പുരോഗതി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ 90കൾ വരെ ഉപയോഗിക്കുന്ന പുരോഗതി എന്നുള്ള വാക്കാണ്. പുരോഗതി എന്ന് പറഞ്ഞാൽ ഒരു പുരോഗമനാത്മകമാണ്. വികസനം എന്ന് വെച്ചാൽ ചുറ്റിലുള്ള എല്ലാത്തിനെയും ഞെക്കിപ്പൊട്ടിക്കുന്ന കുടിയിറക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. എന്നാൽ പുരോഗതി അങ്ങനെയല്ല. പുരോഗതി എന്താണെന്ന് വെച്ചാൽ പതുക്കെ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുകൂലമായിട്ട് ഒരു വികസന മാതൃക ഉണ്ടായി വരുന്നതാണ്. അത് മുന്നോട്ട് കുതിക്കുന്നതാണ്. മറ്റേത് പലപ്പം ബ്ലാസ്റ്റ് ചെയ്തു പോകും, ബലൂൺ പൊട്ടുന്ന പോലെയാണ്, കുമിളകളായിപ്പോൾ. അപ്പോൾ അന്ന് ഞാനന്ന് ഐഡൻറ്റിഫൈ ചെയ്തു, ഞാനേ പറഞ്ഞിട്ടുള്ളത്, ബാക്കി ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് രാജീവ് ഇപ്പം കൊണ്ട മുദ്രാവാക്യം വെച്ചാൽ മാറാത്തത് ഇനി മാറും, കേരളം വളരും. മാറാത്ത മാറുമെന്നുള്ള രാജീവ് ഏതാണ്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളത്. പിന്നെ ബാക്കി പഞ്ചായത്ത് കിട്ടിയല്ലേ എന്നുള്ളതല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് വലിയ കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരും കേരളം. ഈ വികസനം എന്നുള്ള വാക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. വളർച്ചയാണ് വേണം. വളർച്ച സ്വാഭാവികമായി, വികസനം വളർച്ചയല്ല. വികസനം ചിലപ്പോൾ ഡിസാസ്റ്റർ ആവും, ദുരന്തങ്ങൾ. വളർച്ച ഒരിക്കലും ഡിസാസ്റ്റർസ് ആവില്ല. അത് നാടിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് മുൻ BJP നേതാക്കന്മാരെ പോലെ മുസ്ലിം വിരുദ്ധത ക്രിസ്ത്യൻ വിരുദ്ധത എന്ന് രാജീവ് പറയുന്നില്ല. കേരളം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരുമിച്ച് കഴിയുന്ന, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പം ചില പാഷാണത്തെ കൃഷികൾ അതിൽ നഞ്ച് കലക്കാൻ നോക്കുന്നുണ്ട്. VC ജോർജിനെ പോലെ, ഇവാഞ്ചലിസ്റ്റുകളെ പോലെ, മുജാഹിദുകളെ പോലെ, ജമാഅത്ത് ഇസ്ലാമിനെ പോലെ ചില പാഷാണത്തെ ക്രമികൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ RSS അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ RSS അതിനെ ശക്തമായി എതിർക്കുന്നുണ്ടോ. ഇപ്പോൾ RSS എടുക്കുന്ന നിലപാട് BJP എടുക്കുന്ന BJP മുസ്ലിം വരുന്ന നിലപാടൊന്നും മാറി. എസ്പെഷ്യലി കേരളം പോലെ സൊസൈറ്റിയിലായി അതിനൊരു സ്പേസ് ഇല്ല. രാജീവ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തി. എന്നാൽ ടോക്കണിസം പറ്റില്ല എന്ന് രാജീവ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ആൾക്ക് എന്തെങ്കിലും സീറ്റ് കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പാർട്ടിയുടെ ഭാഗമാക്കുക, അതിൽ കാര്യമില്ല. കാരണം അവരവരുടെ കാര്യം കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. അപ്പോൾ ഈ റിയലി വരേണ്ട ആളുകളോട്ട് വരികയില്ല. അപ്പോൾ രാജീവ് അങ്ങനെ ആലോചിച്ചുറപ്പിച്ച് പുതിയൊരു മാതൃകയാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ രാജീവിൻ്റെ പോസ്റ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമത് നിൽക്കുന്ന മോഡിയാണ് ഇലക്ഷനെ നയിക്കുന്നത്. തൊട്ട് പിന്നിൽ നിൽക്കുന്ന രാജീവാണ്. ഒരു വശത്ത് നിൽക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയാണ്, വേറൊരു വശത്ത് സാബുവാണ്. അപ്പോൾ അത് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള പോസ്റ്ററാണ്. ഇപ്പോൾ പൊതുവേ നിങ്ങൾ കണ്ടിട്ടുള്ള ഇവിടെയുള്ള പോസ്റ്ററുകൾ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മോഡി ഉണ്ടാവും, അപ്പോൾ അമിത്ഷാ ഉണ്ടാവും, അപ്പോൾ നന്ദ ഉണ്ടാവും. അല്ലെങ്കിൽ മോഡി ഉണ്ടാവും, മോഡിയിൽ അതേ വലുപ്പത്തിൽ തന്നെ സുരേന്ദ്രൻ ഉണ്ടാവും സൈഡിൽ എവിടെയെങ്കിലും. ഇതല്ല കൃത്യം വലിപ്പം മോഡി മുന്നിൽ, അതിന് തൊട്ട് താഴെ കുറച്ച് ചെറുതായിട്ട് രാജീവ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായ സന്ദേശമാണ്. പിന്നെ മോഡിയാണ് മത്സരിക്കുന്നത്, മോഡിക്കാണ് വോട്ട്, നയിക്കുന്നത് രാജീവാണ്. പിന്നെ BJPൻ്റെ പോസ്റ്ററിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ക്രിസ്ത്യാനി ഇത്രയും പ്രാമുഖ്യം നേടുന്നത് സ്റ്റേറ്റ് ലെവൽ ഇലക്ഷൻ ക്യാമ്പയിൻ. അത് സാബുവാണ്. സാബു ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, മറ്റേ സംഘടന നേതാവായതുകൊണ്ടാണ്. ഏവരൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തുഷാർ വന്നതിലെ കാര്യം. പക്ഷെ അതൊരു ഒരു കെട്ടുറപ്പിനും കാണിക്കുന്നുണ്ട്. സന്ദേശത്തിന് പുതുമയുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം എടുത്തു വീണ്ടെടുക്കണം ഈ നാട് എന്നുള്ളത്. അത് അത്യാവശ്യം ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യോ വേണ്ടേ എന്ന് പറയുന്ന അവസ്ഥയാണ്. വീണ്ടെടുക്കാൻ എന്താ, ആഴ്ചയിൽ 10 സമരം, 10 ബന്ദ്, വികസന വെടിപ്പ്, തൊഴിൽ സമരം,
പിന്നെ വണ്ടി ഈ പറയുന്ന KSRTC കല്ല ഇതൊക്കെയാണല്ലോ കേരള മോഡൽ, അത് വേണ്ട എന്നേ വിവരമുള്ളത് ചിന്തിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവം വേണ്ട. ഇപ്പോഴുള്ള കേരളമാണ് കുറച്ചുകൂടി ഭേദം. അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഒരുമിച്ച് മുന്നേറും എന്നുള്ളതാണ് CPM-ന്റെ സോഫാറുള്ള മുദ്രാവാക്യം. അത് പിണറായിൻ്റെ സ്റ്റൈലല്ല, ഒരുമിച്ച് പോലെ മൂപ്പര സ്റ്റൈലല്ല, മുന്നേറും എന്നുള്ളതാണ് മൂപ്പര സ്റ്റൈൽ. അല്ല നിലനിർത്തും മുന്നോട്ട് എന്നൊക്കെ. ഈ ഒരുമിച്ച് മുന്നേറുന്നവരിൽ ചെറിയൊരു കോൺഫിഡൻസിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട്. അല്ല മോഡി കഴിഞ്ഞ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ സംസാരിച്ച ഭരണഘടനയെ പറ്റി. മോഡിയെ സംബന്ധിച്ച് നമുക്കറിയാം മൂപ്പർക്ക് അന്ന് വലിയ സംഭവമുള്ള കാര്യമല്ല. അന്നവർ മോഡിയുടെ കോൺഫിഡൻസിന് കുറവെന്നത് കണ്ടിരുന്നതില്ല. അതുപോലെ തന്നെ ഈ CPM-ന്റെ ഈ എന്താണ് ഒരുമിച്ച് മുന്നേറായി ഒരുമിച്ച് കൂടുമ്പോൾ അതിലൊരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുന്നു. അന്നമാണ് രാജീവ് പുതുമയുള്ളൊരു മുദ്രാവാക്യമായിട്ട് വരുന്നത്. വളരണമെന്ന് മാത്രമാണ്, പിന്നെ മാറും എന്നുള്ളത്. അപ്പോൾ അതിൽ പൊതുവെ പോസ്റ്ററിൻ്റെ കെട്ടിലും മട്ടിലും ആ ഒരു ക്യാപ്ഷനിലും എല്ലാം തന്നെ ഒരു പുതുമയുണ്ട്. എസ്പെഷ്യലി മറ്റു രണ്ടുപേരുടേതും അത്ര കോൺഫിഡൻ്റ് അല്ലാതിരിക്കുന്നു. CPM-ന്റെ അത്ര കോൺഫിഡൻ്റ് അല്ല മുന്നത്തെ അപേക്ഷിച്ച്. കോൺഗ്രസിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം ബോധം പേരുള്ള ആളുകൾ ഇനി കേരളത്തിന് ഈ പഴയ കേരളത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഈ പറയുന്നത് പോലെ മാസത്തിൽ 10 ദിവസം വിദ്യാർത്ഥി സമരം, ബ്ലോക്ക് ഇതൊന്നുമില്ലല്ലോ. പിന്നെ നോക്കുകൂലി, പിന്നെ ഒരു വ്യവസായം തുടങ്ങാതെ വന്ന അയാൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ. ഇതൊക്കെ വലിയ അർത്ഥത്തിൽ മാറ്റാൻ പിണറായിക്ക് പറ്റിയിട്ടുണ്ട്. അതിനൊക്കെ ഏറ്റവും ബിസിനസ് വന്ന സ്റ്റേറ്റായി കേരളം മാറിയിട്ടുണ്ട്. അപ്പം ആ സ്റ്റേറ്റ് പോരെ എന്നാണ് അത്യാവശ്യം ബോധം പേരുള്ളവർ ചിന്തിക്കുക. കോൺഗ്രസിനെ പറ്റി ഏറ്റവും വലിയ അവതാരം വീണ്ടെടുക്കാൻ നമ്മൾ എന്താണ് വീണ്ടെടുക്കേണ്ടത് കേരളത്തിൽ നിങ്ങൾ പറ. അപ്പോൾ മുദ്രാവാക്യത്തിലാണോ കാര്യം? മുദ്രാവാക്യത്തിൽ വലിയ CPM-നെ കഴിഞ്ഞ തവണ കണ്ടുകൊണ്ടിരിപ്പിച്ച മുദ്രാവാക്യത്തിൽ വലിയ പങ്കുണ്ട്. പിന്നെ ഉറപ്പാണ് LDF വരും, എല്ലാം ശരിയാവും. ഇത് രണ്ടിനും ഉറപ്പ്. പക്ഷെ ഇത്തവണ അത്ര കോൺഫിഡൻസ് ആണ് ഇത്തവണ. ഈ മുദ്രാവാക്യം അല്ലായിരുന്നു വേണ്ടിയിരുന്നത്. അല്ല, മുദ്രാവാക്യത്തിൽ അതൊരു പാളിച്ചാണത്. പിണറായിക്ക് ഇങ്ങനെ ഒരുമിച്ച് പോകുന്നവരാണെങ്കിൽ മൂപ്പർക്ക് ഇല്ല. നിങ്ങൾക്ക് അറിയാലോ, മൂപ്പര് വന്നതിന് മൂപ്പര് എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഞാൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നൊക്കെ മൂപ്പര് പറയുമ്പോൾ മൂപ്പര് ഒറ്റയ്ക്ക്, അതാണ് മൂപ്പരെ കോൺഫിഡൻസ്. എപ്പോഴും മൂപ്പരൊരു രീതിയിൽ ഒരുമിച്ച് അവിടെ എവിടെയും കൂട്ടിപ്പോകുന്ന വെച്ചാൽ മൂപ്പരെ നീണ്ടൂരില്ലാത്തൊരു സംഭവമാണ്. എന്നാൽ ഒറ്റയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ അത് മൂപ്പരെ ഡിക്റ്റേറ്റ് അനുസരിച്ചേ പോവുള്ളൂ. ഈ ഒരുമിച്ച് ഈ മുദ്രാവാക്യത്തിൽ അവർ ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഉണ്ട്. അത് ഇതായിരുന്നില്ല അവർക്ക് വേണ്ടിയിരുന്നത്. അടുത്ത ഘട്ടത്തിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു. അപ്പം ഭരചന്ദ്രൻ, അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്മീഷൻ കഴിഞ്ഞ് ഭരചന്ദ്രൻ IPS കൂടി മൂന്നാമതൊന്ന് വരികയാണ്. അതിൻ്റെ അപ്പുറത്ത് നിൽക്കണം. മനസ്സിലായില്ലേ? ഈ BJP-യുടെ മുദ്രാവാക്യവും കോൺഗ്രസിന്റെ മുദ്രാവാക്യവും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വ്യത്യാസമാണ്. കേരളം വീണ്ടെടുക്കും, മറ്റേത് കേരളം വളരുമെന്ന. മറ്റേത് ഉള്ളിടത്ത് മുന്നോട്ട് പോകണം, മറ്റേത് പിന്നോട്ട് പോയിട്ട് വീണ്ടെടുക്കും. പിന്നോട്ട് എന്താ വീണ്ടെടുക്കാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വർഗീയ കലാപങ്ങൾ, 1-2 സ്ത്രീകൾ വന്നിട്ട് സകല മന്ത്രിമാരെയും പോക്കറ്റിലാക്കിയിട്ട് ഉണ്ടാക്കുന്ന സ്കാംസ്, അതുപോലെ തന്നെ ഓരോ ഘടകകക്ഷികളും അവരുടെ വകുപ്പുകൾ സാമ്രാജ്യം പോലെ വലിച്ച് മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കുന്ന രാഷ്ട്രീയ പ്രഹസനം, ഇതാണ് വീണ്ടെടുക്കേണ്ടത്. അതിനെതിരായിട്ട് CPM-മാരുടെ ബന്ദ്, ഹർത്താൽ, വിദ്യാഭ്യാസ ബന്ദ് എന്നീ മൊത്തം അരാജകത്വം, ഇതാണ് വീണ്ടെടുക്കേണ്ടത്. പ്രശ്നം. അപ്പം അതിൽ BJP-ന്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ മറ്റു രണ്ടുപേരുടെയും പ്രചാരണ ക്യാപ്ഷനുകൾ അത്ര ഒന്ന് CPM-ന് കഴിഞ്ഞ കോൺഫിഡൻസ് ഇല്ല, കോൺഗ്രസിനാണ് മണ്ടത്തരമാണ്. അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടി ചിന്തോദ്ദീപകമായിട്ടുള്ളൊരു സാധനം അവർ മുന്നോട്ട് വെക്കുകയും കോൺഗ്രസിന്റെ മുദ്രാവാക്യം താഴേക്കും പോകുന്നു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മുദ്രാവാക്യം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ മുദ്രാവാക്യത്തിൽ ഒരു പുതുമയുള്ളത് BJP-ൻ്റെതാണ്. CPM-ന് അതിന് ആവശ്യമുള്ള ഉണ്ടാവേണ്ടിയിരുന്ന ഷാർപ്നെസ് ഇല്ല. അതാണ് സത്യം. അതാണ് സോഫ നമ്മൾ കാണുന്നത്. ഇനി നോക്കാം എന്ത് സംഭവിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.